എന്താണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കട സർട്ടിഫിക്കറ്റ്? ഒരു വസ്തു ഇടപാടുമായും ലോൺ ഇടപാടുമായും ബന്ധപ്പെട്ടൊക്കെ നാം കേൾക്കുന്ന വാക്കാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കടം, അല്ലേ? ഒരു വസ്തുവിൻ്റെ മേലുള്ള ബാധ്യതകളുടെയും തർക്കങ്ങളുടെയും മറ്റും വിവരങ്ങളടങ്ങുന്ന സർക്കാർ സർട്ടിഫിക്കറ്റിനെയാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും നമുക്ക് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ കുടിക്കടം വേണ്ടി വരുന്നത് ഒരു വസ്തു വാങ്ങുമ്പോഴോ വസ്തു വെച്ച് ലോൺ എടുക്കുമ്പോഴോ ആണ്. ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിയമപരമായോ സാമ്പത്തികപരമായോ ആ വസ്തുവിന് യാതൊരു ബാധ്യതകളുമില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഒരു ഉടമസ്ഥന്റെ സ്വതന്ത്ര ഉടമസ്ഥാവകാശം പരിശോധിക്കുന്നതിനും കുടിക്കടം ആവശ്യമാണ്. അതുപോലെ ബാങ്കിൽ ലോണിനായി അപേക്ഷിക്കുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ 13 വർഷം വരെയുള്ള എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചേക്കാം. 30 വർഷത്തെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിലൂടെ വാങ്ങുന്ന വസ്തു ബാധ്യതകളിൽ നിന്ന് മുക്തമാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിലൂടെ മുൻപുള്ള അവകാശികൾ, കൈമാറ്റം, ബാധ്യതകൾ എന്നിവയുടെ വിവരങ്ങളും അറിയാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നതായിരിക്കും. വസ്തു സ്ഥിതി ചെയ്യുന്ന സബ് രജിസ്ട്രാർ ഓഫീസിലാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ട ഡോക്യുമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആധാരവും ലാൻഡ് ടാക്സ് റെസിപ്റ്റുമാണ്, അതായത് കരമടച്ച റെസിപ്റ്റുമാണ് വേണ്ടുന്ന ഡോക്യുമെൻ്റ്. ഇതിനായുള്ള ഫീസ് തിരച്ചിൽ കാലാവധിക്കനുസരിച്ചാണ്. വസ്തുവിൽ നിയമപരവും സാമ്പത്തികപരവുമായ ബാധ്യതകൾ നിലനിൽക്കുമ്പോൾ EC ഫോം 15 നൽകുക. വസ്തുവുമായി ബന്ധപ്പെട്ട് വായ്പകളോ നിയമപരമായ ബാധ്യതകളോ ഇത് വിശദമാക്കും. അപേക്ഷിക്കുന്ന നിർദ്ദിഷ്ട കാലയളവിൽ ബാധ്യതകളൊന്നുമില്ലാത്തപ്പോൾ EC ഫോം 16 നൽകുന്നു. വ്യക്തമായ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വസ്തു വാങ്ങുന്നവർക്കും കടം കൊടുക്കുന്നവർക്കും ഇത് ഉറപ്പു നൽകുന്നു. കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. ഓൺലൈൻ അപേക്ഷകൾക്ക് ഏകദേശം 2-3 പ്രവൃത്തി ദിനങ്ങൾ പ്രോസസ്സിങ്ങിനായി വേണ്ടിവരും. എന്നാൽ ഓഫ്ലൈൻ അപേക്ഷകൾക്ക് 15 മുതൽ 30 പ്രവൃത്തി ദിവസം വരെ എടുത്തേക്കാം. പക്ഷേ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്തേക്കാം. അപേക്ഷാ ഫീസ് നിശ്ചിതമാണെങ്കിലും തിരച്ചിലിനുള്ള ഫീസ് ആദ്യത്തെ 5 വർഷത്തേക്കുള്ള തിരച്ചിലിനേക്കാൾ കൂടുതലായിരിക്കും 6 മുതൽ 30 വർഷം വരെയുള്ള തിരയലിന്. 30 വർഷത്തിന് മുകളിലുള്ളതിന് അതിലും കൂടും. കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലോ രജിസ്ട്രാർ ഓഫീസിനെയോ സമീപിക്കുക. എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമെത്തി. അപ്പോൾ ശരി.